അപ്പോൾ ഇന്ന് മെയ് 10 ആണ് അല്ലേ, 10 നമ്മുടെ മൺഡേ ഫുൾ മൂൺ വരുന്നുണ്ട്. എനർജീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നൊരു കോട്ടുണ്ട്, ശാന്തമായ മനസ്സിലെ പ്രശ്നപരിഹാരം തെളിയുകയുള്ളൂ. അതെ, നമ്മൾക്ക് കലങ്ങിയ വെള്ളത്തിലൊന്നും നോക്കിയാൽ കാണില്ല അല്ലെ, അത് ക്ലിയർ ആകുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുക. അപ്പം നമുക്ക് പല രീതിയിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് കൂളായതിനു ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക. അപ്പോഴാണ് ക്ലാരിറ്റി നല്ലത് കിട്ടുള്ളൂ. അല്ലാതെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പിന്നീട് ഫ്യൂച്ചറിൽ തെറ്റായിട്ടും അതിൻ്റെ ഗിൽറ്റ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ശാന്തമാകുന്ന സമയത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു കോട്ട് എന്ന് പറയുന്നത്. നല്ല കോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. മെയ് 10 5ഉം 10ഉം. 5 മീൻസ് മെയ് 5 അല്ല, മെയ് 5ാമത്തെ മാസമാണല്ലോ. അപ്പോൾ ആ ഒരു എനർജി 5ഉം 10ന്റെ എനർജിയാണ്. 10 എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 10 കൂടുതൽ കാണുന്നുണ്ടായിരിക്കാം. 144 അല്ലെങ്കിൽ 1414 കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കർമ്മ ക്ലെൻസിങ്, കർമ്മ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യം കിട്ടിയ കാർഡ്. അതിനർത്ഥം നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ പേര് ഈ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഒരാൾ ചെയ്യുന്ന പോലെ ഞാനും ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ പോവുകയുള്ളൂ. നിങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഇത് എനിക്ക് നല്ലതായിരിക്കും, ഇത് ചെയ്താൽ എനിക്ക് വളർച്ച വരും, ഗ്രോത്ത് വരും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അത് ചെയ്യാം. അല്ലാതെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റായിരിക്കും. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഈ ഒരു കാര്യം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സക്സസ് ആവും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വരുമെന്ന് നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്നെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. 2 ഓഫ് വാൻസ് ആണ്. ജോലിപരമായിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. കരിയർ റീഡിംഗ് ആണ്. കരിയറിൽ നിങ്ങൾ കുറേ നാളായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, ഇന്റർവ്യൂ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ എനർജി നന്നായിട്ട് കൊണ്ടുപോയിട്ട് അത് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലും ഉണ്ട് എനർജി കേട്ടോ. ഓക്കെ, നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഇന്റർവ്യൂലൊക്കെ പാസ്സാവാൻ പറ്റുന്നത്. പേജ് ഓഫ് സോഡ്സ് ആണ്. ഈ പാസ്റ്റിൽ ഒരുപാട് നിൽക്കാതിരിക്കുക. പാസ്റ്റ് തോട്ട്സ്, പാസ്റ്റ് ഇപ്പോഴും വിട്ടുപോകാത്ത ഒരുപാട് പേരുണ്ട്. കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്യുക. എന്താണ്, നമുക്ക് നമ്മുടെ ലൈഫാണ് വേണ്ടത്. വേറൊരാൾ നമ്മളെ വേദനിപ്പിച്ചിരിക്കുന്ന ഒരാളെ വ്യക്തിനെ ആലോചിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമില്ല. അവർക്ക് കർമ്മ കിട്ടുമോ? അവർക്ക് കർമ്മ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് വരുത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മ അവിടെ വരും. അത് നമ്മൾ ചെയ്തിട്ട് നമുക്കും കിട്ടും, അവർക്കും കിട്ടും. അതുകൊണ്ട് അവർക്ക് കർമ്മ കിട്ടുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ഒരു റിവെഞ്ച് മൂഡാണ്. അതിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ, ഓരോ നിമിഷവും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആൻഡ് പേജ് ഓഫ് ഫാൻസ് ആണ് കാണിക്കുന്നത്. ഗുഡ് ന്യൂസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഗുഡ് ന്യൂസസ് വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ട് വരുന്നു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. യെസ്, വേദനിക്കാതിരിക്കുക, അതാണ് കാണിക്കുന്നത്.